കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിക്കുകയുണ്ടായി. അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേരളത്തിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് എന്നാണ്. അന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നുള്ളതിന് ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 30 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് UDF-ന് അനുകൂലമായിട്ട് മറച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വോട്ട് കൂടി നേടിയിട്ടാണ് അവർ 100+ പറഞ്ഞത് എന്ന് ഇപ്പോഴാണത് ഗൗരവപൂർവ്വം ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.